വടകര ഡയറ്റിൽ സജ്ജമാക്കിയ അത്യാധുനിക ശാസ്ത്രഗണിത സാമൂഹ്യശാസ്ത്ര ലാബുകളുടെയും വെർച്വൽ റിയാലിറ്റി ലാബുകളുടെയും ഉദ്ഘാടനം SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK നിർവഹിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ഡയറ്റിൽ സജ്ജമാക്കിയ അത്യാധുനിക ശാസ്ത്രഗണിത സാമൂഹ്യശാസ്ത്ര ലാബുകളുടെയും വെർച്വൽ റിയാലിറ്റി ലാബിന്റെയും ഉദ്ഘാടനം SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK നിർവഹിച്ചു. പുതിയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഇത്തരം ലാബുകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുഭവാധിഷ്ഠിത പഠനം സാധ്യമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 10 വർഷമോ 12 വർഷമോ സാമൂഹ്യശാസ്ത്രം പഠിച്ചൊരു കുട്ടിക്ക് അത് പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ല എങ്കിൽ പഠിച്ചതിനെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. പഠിച്ചതിനെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇസ്രയേൽ എവിടെയാണ് എന്നോ അതിൻ്റെ അയൽരാജ്യങ്ങളായിട്ടുള്ള സിറിയയോ ഈജിപ്തോ ടർക്കിയോ ഇറാഖോ ഇതൊക്കെ എവിടെയാണ് എന്നോ നമുക്ക് പറയാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ്. ഇനി പോട്ടെ, ലോകത്തിന്റെ മാപ്പ് ഞാൻ വിട്ടു. ഇന്ത്യയുടെ ഒരു ബ്ലാങ്ക് മാപ്പ് തരാം. എവിടെയാണ് ആസാം? എവിടെയാണ് സിക്കിം? ആസാം എന്ന് പറഞ്ഞ ഒരാളെ കൈവക്കി അടയാളപ്പെടുത്താൻ പറ്റും. ഇതേമാതിരി തന്നെ ലോകത്തിന്റെ മാപ്പിനെ കുറിച്ചും നമ്മുടെ ഭൂഖണ്ഡങ്ങളെ കുറിച്ചും നമ്മുടെ കടലുകളെ കുറിച്ചും ഒക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവണം. ഈ ധാരണ എങ്ങനെയാണ് നമ്മളിൽ ഇല്ലാതായി പോയത് എന്നുള്ളതിൻ്റെ ഉത്തരം നൽകാനാണ് ഇവിടെ വ്യത്യസ്ത മേഖലകളിലുള്ള ലാബുകളെ നമ്മൾ സജ്ജീകരിക്കുന്നത്. നമുക്ക് ശാസ്ത്ര ലാബ്, ഗണിത ലാബ്, സാമൂഹ്യശാസ്ത്ര ലാബ്, അതിൻ്റെ VR വേർഷൻ വരെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ലോകത്തിൽ എല്ലായിടത്തും എല്ലാ രാജ്യത്തും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരേ ഒരു ഉത്തരം എല്ലാവരും നൽകിയിട്ടുണ്ട്. അത് ഗവേഷണത്തിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ള ഉത്തരമാണ്. ആ ഉത്തരമാണ് നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ള ആ വേർഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന്. ചെയ്തു പഠിക്കുക, അറിഞ്ഞു പഠിക്കുക. നിങ്ങളെല്ലാവരും കൂട്ടം കൂടിയിരുന്ന് കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ഒരു മാപ്പ് നിങ്ങൾ ഒന്നിച്ച് വരച്ചു പഠിച്ചിരുന്നു എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്തോട് മാഞ്ഞു പോകില്ല. ഡയറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങിൽ കോഴിക്കോട് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ നാസർ UK അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം മുഖ്യപ്രഭാഷണവും സയൻസ് ലെക്ചർ ഡോക്ടർ ആതിര V പദ്ധതി വിശദീകരണവും നിർവഹിച്ചു. വടകര DEO ഗീത രാമദാസ്, AEOമാരായ സുനിൽ VK, സ്വപ്ന ജൂലിയറ്റ്, പ്രേമചന്ദ്രൻ, മുൻ ഡയറ്റ് പ്രിൻസിപ്പൽമാരായ VV പ്രേമരാജൻ, V ജയദേവൻ, BPC മനോജ് PP തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ സലീമുദ്ദീൻ സ്വാഗതവും ഡയറ്റ് സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ സജിന നന്ദിയും പറഞ്ഞു. തുടർന്ന് വിരമിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസർമാരെ ആദരിച്ചു. രാമാനുജൻ ഗണിതശാസ്ത്ര ക്വിസിൽ സമ്മാനിതരായ കുട്ടികൾക്ക് SCERT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡയറ്റിന്റെ ഒരു വർഷത്തെ പരിപാടികളുടെ ഡോക്യുമെന്റേഷൻ 50 ലഘുപുസ്തകങ്ങളുടെ രൂപത്തിൽ പ്രകാശനം ചെയ്തു. ഡയറ്റിലെ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.